നമസ്കാരം. 2023 ഒക്ടോബർ 7-ന് സംഗീത പരിപാടിക്കിടെ ആക്രമണം നടത്തി ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദിയുടെ വീഡിയോ പുറത്തുവിട്ട് ഹമാസ്. 24-കാരനായ എവ്യാത്തർ ഡേവിഡിന്റെ വീഡിയോയാണിത്. മൺവെട്ടി പോലുള്ള ആയുധം ഉപയോഗിച്ച് ഒരു തുരങ്കത്തിനുള്ളിൽ കുഴി ഒരുക്കുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിലുള്ളത്. മരിക്കുമ്പോൾ തന്നെ അടക്കാനുള്ള കുഴി ഒരുക്കുകയാണെന്ന് ഡേവിഡ് വീഡിയോയിൽ പറയുന്നു. ഓരോ ദിവസവും ശരീരം ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ എന്റെ ശവക്കുഴിയിലേക്ക് നടക്കുകയാണ്. എന്നെ സംസ്കരിക്കാൻ പോകുന്ന ശവക്കുഴി അവിടെയാണ് എന്ന് ഹിബ്രു ഭാഷയിൽ യുവാവ് പറയുന്നത് വീഡിയോയിൽ കാണാം. ഹമാസിന്റെ പ്രചാരണത്തിന് വേണ്ടി തങ്ങളുടെ മകനെ പട്ടിണിയിലാക്കി വീഡിയോ എടുത്തത് ലോകം കണ്ട ഏറ്റവും ഭയാനകമായ പ്രവൃത്തിയാണെന്ന് ഡേവിഡിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡേവിഡിന്റെ കുടുംബവുമായി സംസാരിച്ചു. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ നിരന്തരമായി തുടരുകയാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. മറ്റൊരു ബന്ദിയുടെ വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഇസ്രായേൽ ജർമ്മൻ ഇരട്ട പൗരത്വമുള്ള റോം ബ്രസ്ലാവ്സ്കി എന്ന യുവാവിന്റെ മോചനവും ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോയായിരുന്നു അത്. വീഡിയോയിൽ ഇയാളുടെ ആരോഗ്യനില വളരെ മോശമാണെന്നും കാണാം. ഗാസയിലെ രൂക്ഷമാകുന്ന ഭക്ഷ്യപ്രതിസന്ധിയെക്കുറിച്ചുള്ള അറബി ഭാഷയിലുള്ള ടെലിവിഷൻ റിപ്പോർട്ടുകൾ അദ്ദേഹം കാണുന്നതായും ദൃശ്യങ്ങളിലുണ്ട്. വാർത്താ ഏജൻസിയായ AFP-യും ഇസ്രായേലി മാധ്യമങ്ങളും ഇയാളെ ജെറുസലേമിൽ നിന്നുള്ള ഇരട്ട പൗരത്വമുള്ള ബ്രസ്ലാവ്സ്കിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒക്ടോബറിലെ ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ ഒന്നായ നോവ സംഗീതോത്സവത്തിൽ സുരക്ഷാ ഏജന്റായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദൃശ്യങ്ങളുടെ തുടക്കത്തിൽ ബ്രസ്ലാവ്സ്കിയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി ഹമാസിന്റെ സായുധ വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച നടത്തിയ പ്രസ്താവന അവർ ആവർത്തിക്കുകയായിരുന്നു. ഈ വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്തതാകാമെന്നാണ് സൂചന. ഏപ്രിൽ 16-ന് ബ്രസ്ലാവ്സ്കിയുടെ മറ്റൊരു വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഒക്ടോബർ 7-ന് ഹമാസിന്റെ ആക്രമണത്തിനിടെ സംഗീതോത്സവത്തിൽ പങ്കെടുത്ത ഒട്ടേറെ പേരെ രക്ഷിക്കാൻ ബ്രസ്ലാവ്സ്കി സഹായിച്ചിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇസ്രായേലി സൈന്യത്തിന്റെ കണക്കനുസരിച്ച് 2023 ഒക്ടോബറിൽ തെക്കൻ ഇസ്രായേൽ നടന്ന ആക്രമണത്തിൽ 251 പേരെ ബന്ദികളാക്കിയിരുന്നു. ഇവരിൽ 49 പേർ ഇപ്പോഴും ഗാസയിൽ തടവിലുണ്ടെന്നാണ് കരുതുന്നത്. ഇതിൽ 27 പേർ മരിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. ഈ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചത്.